പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 8-ാം മാസം 15-ാം തീയതി സ്വാതന്ത്ര്യദിനം. ആ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു ചെറിയ സന്ദേശം വാത്സല്യ ദൈവമക്കളോട് പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ തന്നു. അതുകൊണ്ടാണ് ഞാനത് പറയാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകുന്നു. ഇതിൻ്റെ കോണ്ടാക്ട്സിൽ നിന്ന് ഈ വചനം പഠിച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന് യേശു ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്നുള്ള നിലയിലാണ് ഈ വേദഭാഗത്തെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. പുറകോട്ടിറങ്ങി ചിന്തിച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിൽ കിടന്ന ജനത്തെ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധനം ചെയ്ത് മയക്കിയതാ. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. നിങ്ങൾ എത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ഇത്രയല്ല വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾ ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് സഭയെ ദൈവം വിടുവിച്ച് യേശുക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് നടത്തി. ശ്രദ്ധിച്ച് കേൾക്കണം, അതിൽ ഈ പദപ്രയോഗങ്ങൾക്ക് വലിയ അർത്ഥങ്ങളുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിൽ നിന്ന് സഭയെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് നടത്തി, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിലേക്ക് നടത്തി, അല്ലെങ്കിൽ പുതിയ നിയമ വ്യവസ്ഥയിലേക്ക് നടത്തി. പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തിൻ്റെ പഠിപ്പിക്കലുകൾ ഒരു നുകത്തിൻ്റെ കീഴിലേക്ക് പോകുന്നു എന്നാണ് ഗലാത്യലേഖനം നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ ഉറച്ചു നിൽപ്പി. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണത്തിൽ, ആ വ്യവസ്ഥയിൽ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ അടിമനുഖത്തിലേക്ക് പോകും. ഏത് അടിമനുഖം? ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിലേക്ക്. പ്രവൃത്തി പുസ്തകം ഒരു വാക്യം ഞാൻ വായിച്ച് അത് ഒന്നുകൂടി തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ 21-ാമത്തെ അധ്യായം, അതിൻ്റെ 20-ാമത്തെ വാക്യം. നമുക്ക് ആവശ്യമുള്ള മാത്രമേ ഞാൻ അവിടെ നിന്ന് എടുക്കുന്നുള്ളൂ. സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്രയുണ്ട് എങ്കിലും എന്ന് നീ കാണുന്നുവല്ലോ, എത്ര ആയിരം ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. ന്യായപ്രമാണ തൽപരർ. ഇതിൻ്റെ 15-ാം വാക്യം, 5-ാം അധ്യായത്തിലെ ഒരു സുപ്രധാന വാക്യം, നമ്മളെപ്പോഴും പഠിക്കുന്ന വാക്യങ്ങളാണ് അതൊക്കെ. അതുകൂടി ഒന്ന് വായിക്കാൻ താല്പര്യമുണ്ട്, ഹൃദയത്തിൽ പ്രേരണയുണ്ട്. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെപ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവർ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ന്യായപ്രമാണത്തിൻ്റെ സ്ഥിതി. അതിപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു വരുന്ന പുതിയ നിയമ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിച്ച് ആ വ്യവസ്ഥിതിയിലേക്ക് കൊണ്ടുപോയാൽ ദൈവത്തെ പരീക്ഷിക്കുന്നു എന്നാണ് ആ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 10-11 വാക്യങ്ങൾ നന്നായി വായിച്ചു കൊടുക്കുക. നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നോക്കാം.
ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി അത് മറ്റൊന്നാണ്. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി അത് വേറൊന്നാണ്. മറ്റത് പ്രതികാരം, കൊലപാതകം, വഞ്ചന, ചതി ആദിയായവ ഉൾപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രമാണം ക്ഷമിക്കുക, സ്നേഹിക്കുക, സഹിഷ്ണുതയുള്ളവരാകുക, ആത്മാവിൽ നിറഞ്ഞ ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുക, അങ്ങനെ പോകുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എൻ്റെ സബ്ജക്റ്റ് വേറെ ഒന്നാണ്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആനുകാലിക സംഭവങ്ങൾ കൂടി ചേർത്ത് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനത്തെ ഒരു സംഭവ ഇതിഹാസത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഹല്ലേലൂയ. ഇന്ന് ആ സ്വാതന്ത്ര്യ ദിനം നമ്മൾ കൊണ്ടാടുകയാണ്. ഏകദേശം 3/4 നൂറ്റാണ്ടോളമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സ്വതന്ത്രരാണോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു ഡെമോക്രസി, ജനാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കുന്നു. ഈ ഡെമോക്രസി നിലനിൽക്കുമ്പോൾ തന്നെ, ജനാധിപത്യത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ജനാധിപത്യത്തിൻ്റെ വ്യവസ്ഥയിൽ ആണോ നമ്മൾ പോകുന്നത്? നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അല്ല. ഇപ്പോൾ കാണുന്ന ഈ വോട്ടിൻ്റെ വിവാദങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ജനാധിപത്യത്തെ തുരങ്കം ചെയ്യുക. സ്വത്രം ജനാധിപത്യ ഭരണ സംവിധാനങ്ങളെ തുരങ്കം വയ്ക്കത്തക്ക നിലയിലുള്ള ഭരണ സംവിധാനത്തിലൂടെ നമ്മൾ കടന്നു പോകുക. അതിൻ്റെ കോലാഹലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരാണോ? ക്രിസ്തുവുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ നമുക്ക് കിട്ടിയ ബ്രിട്ടീഷുകാരുടെ അടിമതുകത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ കുറേ വർഷങ്ങൾ നമ്മളെ ഭരിച്ചു, ഒരു കോളനിയാക്കി ഭരിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം സമരം ചെയ്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. നമ്മളിപ്പോൾ യഥാർത്ഥ സ്വതന്ത്രരാണോ? അല്ല. രാഷ്ട്രീയപരമായി നോക്കിയാലും ആത്മീയമായി നോക്കിയാലും നമ്മൾ സ്വതന്ത്രരല്ല. നമ്മൾ പലതിലും ബന്ധിക്കപ്പെട്ട് കിടക്കുക. നമ്മൾ അടിമനുഖത്തിൽ കിടക്കുക. രാഷ്ട്രീയപരമായി നോക്കിയാൽ നമ്മൾ അടിമനുഖത്തിലാണ്, ആത്മീയമായി നോക്കിയാൽ നമ്മൾ അടിമനുഖത്തിലാണ്. പിന്നെ എന്ത് സ്വാതന്ത്ര്യം? ആ വാക്കുകൾക്ക് എന്ത് വിലയെന്ന് ഞാൻ ചിന്തിക്കാനിടയായി, ചിന്തിച്ച് വേദനപ്പെടാനിടയായി. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്രീഡം ആണല്ലോ. നമ്മൾ സ്വതന്ത്രരായി. ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ അടിമനുഖത്തിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചു. നമുക്ക് നല്ലൊരു ജനാധിപത്യ സംവിധാനം, ഡെമോക്രസി ആദ്യത്തെ പല ഗവൺമെൻറ്റുകളിൽ നിന്ന് നമുക്ക് അനുഭവിക്കാനിടയായി. അതിനുശേഷം ഭരണം മാറി വന്ന് ഇപ്പോൾ ശരിക്കും അടിമനുഖത്തിൻ്റെ കീഴിലല്ലേ നമ്മൾ കിടക്കുന്നത് ചോദിച്ചാൽ അതല്ലേ ശരി. രാഷ്ട്രീയമായി നമ്മൾ അടിമനുഖത്തിന് കീഴിലായി. നമ്മുടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം വിലക്കപ്പെടുന്നു, നമ്മുടെ ആരാധന സ്വാതന്ത്ര്യം വിലക്കപ്പെടുന്നു, നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വിലക്കപ്പെടുന്നു, നമ്മുടെ ആത്മീയ കൂടിവരകൾക്ക് തടസ്സങ്ങൾ വീഴുന്നു. കർത്താവിനെ സേവിച്ചു പോകാൻ വിവിധ നിലയിലുള്ള അടിമനുഖത്തിൻ്റെ കീഴിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി എക്കാലത്തെക്കാളും ഈ കാലത്തെ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാ ഇത് പറയാനിടയായി? ഈ ലോകത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ നമ്മളെ അടിമനുഖത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. വിവിധ നിലയിലുള്ള അടിമനുഖം. ഞാനതൊക്കെ എടുത്തു പറയാനാണെങ്കിൽ ഒത്തിരി സമയം വേണം, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. വീറ്റായ ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് ഈ ദൂത് അവസാനിപ്പിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ രാഷ്ട്രീയമായ ഈ അടിമനുഖം ദൈവവചനത്തിലൂടെ നമ്മൾ പഠിച്ചെടുത്താൽ ഇന്ന് കാണുന്ന ഈ ഭരണ സംവിധാനങ്ങൾ അതൊരു പ്രവചന നിവൃത്തിയാ. ഹല്ലേലൂയ. ഈ ലോകം ഇങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങളിലൂടെയൊക്കെ പോകുമെന്ന്
പ്രാവചനിക പുസ്തകങ്ങളിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഞാനത് പല പ്രാവശ്യമൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായത്തിൽ ദാനിയേൽ രാജാവ് കണ്ട, നെബൂഖദ്നേസർ രാജാവ് കണ്ട വിഗ്രഹം, ആ വിഗ്രഹത്തിന്റെ പാർട്ടുകൾ അതൊന്ന് ശരിക്ക് ധ്യാനിച്ചാൽ തല തങ്കം കൊണ്ട്, പിന്നെ വെള്ളി, തങ്കം, വെള്ളി, താമ്രം, ഇരുമ്പും കളിമണ്ണും, 4 ഭാഗങ്ങൾ. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം പല പ്രാവശ്യം ഞാനത് പറഞ്ഞതുകൊണ്ട്. ഈ 4 ഭാഗങ്ങൾ 4 ഭരണ സംവിധാനങ്ങളെ കാണിക്കുന്നു. ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, റോം. അവസാനത്തെ ഇരുമ്പും കളിമണ്ണും എന്നൊരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രസി, ജനാധിപത്യം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം. അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഏകാധിപത്യത്തിലേക്കും ഒരു വല്ലാത്ത ദുഷിച്ച അവസ്ഥയിലേക്കും ഭരണ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കാരണം ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ ഈ ഡെമോക്രസി എന്ന് പറയുന്നത്, ജനാധിപത്യവും നമുക്ക് ചേരത്തില്ല. അതുകൊണ്ടാണ് ഭരണ സംവിധാനങ്ങൾ മാറി മാറി വന്നിട്ടും ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പ്രശ്നകലുഷിതമായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത് ദൈവവചനത്തിൻ്റെ പ്രാവചനിക നിവൃത്തിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം നന്നായിട്ട്. ഈ 4-ാമത്തെ പാർട്ടായ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ആ ഭാഗത്തെ കൈതൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് അടിച്ച് തകർത്ത് ഈ ബിംബത്തെയും ബിംബത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ധൂളിയാക്കി കഴിഞ്ഞതിന് ശേഷം ഈ കല്ല് ഈ ലോകം മുഴുവൻ അതിൻ്റെ നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തിൻ്റെ മാനുഷിക ഭരണ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഒരു ദൈവാധിപത്യം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഡെമോക്രസി മാറിയിട്ട് തിയോക്രസി എന്ന നിലയിലേക്ക് ഭരണ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തിന് ദൈവം തിരശ്ശീലയിടാൻ പോവുക. അർത്ഥം, കർത്താവ് ഒന്ന് സഭയെ ചേർക്കാൻ പോവുക. അത് കഴിഞ്ഞ് 7 വർഷത്തെ യാക്കോബിന്റെ കഷ്ടകാലം, യഹൂദിന്റെ കഷ്ടകാലം എന്ന ക്രമത്തിൽ 7 വർഷത്തെ മഹോദരകാലം. അപ്പൊ സഭയുടെ ഇല്ല, സഭ സ്വർഗത്തിലാണ്. ഇവിടെ ഉണ്ടെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. 3.5 വർഷം, ആദ്യത്തെ 3.5 വർഷം ഇവിടെ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. അവരിവിടെ കിടന്നോട്ടെ, ആ പറയുന്നവരങ്ങനെ കിടന്നോട്ടെ. നമുക്ക് എന്തായാലും ഇവിടെ കിടക്കണം, നമുക്കങ്ങ് പോകണം. എൻ്റെ ആഗ്രഹം അതാ. എതിർക്രിസ്തുവിന്റെ കിരാതഭരണം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ സഭ ഇവിടെ ഇല്ല, ഞാനും ഇവിടെ ഇല്ല, നമ്മൾ ആരും ഇവിടെ ഇല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കിടന്നോട്ടെ, ഇവിടെ കിടക്കുകയും ചെയ്യും, അതിന് സംശയമില്ല. 7 വർഷത്തെ മഹോദരകാലം, ഭീകര ഭരണ സംവിധാനം, യാക്കോബിന്റെ കഷ്ടകാലം, യാക്കോബിന്റെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു ബ്രാക്കറ്റ് പീരീഡാണ് ഈ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്ന 7 വർഷത്തെ മഹാ ഉപദ്രവകാലം. അതിന് മഹോദ്രവം എന്ന് പറയപ്പെടുന്നു. ആ മഹോദ്രവകാലം 7 വർഷം കഴിഞ്ഞതിന് ശേഷം ദൈവപുത്രനായ യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുന്നു. ഞാനതിൻ്റെ പ്രസംഗങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ സന്തോഷമുണ്ട് അത് പറഞ്ഞതിൽ. ദാസൻ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററുടെ പ്രസംഗങ്ങളൊക്കെ വലിയ സബ്ജക്റ്റാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വലിയ സബ്ജക്റ്റാണ്, കർത്താവ് തന്നു പറയാൻ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ ജനാധിപത്യ ഭരണങ്ങളൊക്കെ മാറി, ഈ രാജകീയ ഭരണ സംവിധാനങ്ങളൊക്കെ മാറി, ഈ കുത്തഴിഞ്ഞ വ്യവസ്ഥിതികളൊക്കെ മാറിയെന്ന് പറയുന്നതിനേക്കാൾ ഈ ജനാധിപത്യ സംവിധാനവും രാജഭരണങ്ങളും ഈ തോന്നിയവാസങ്ങളെല്ലാം ദൈവം ഇവിടുന്ന് അഴിച്ചു മാറ്റി കളഞ്ഞിട്ട് ദൈവപുത്രൻ 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരിക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതെന്ന് പറയാനാണ് ഈ ദൂത് ഞാൻ കൊണ്ടുവരുന്നത്. നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ കർത്താവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയെങ്കിൽ പോലും യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ
പഠിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ഭരണസീമയ്ക്കുള്ളിൽ നമ്മൾ സ്വതന്ത്രരായി തീരും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 ആണ്ട് കഴിഞ്ഞ് പിന്നെ ഈ പഴയ ആകാശം പഴയ ഭൂമി ചുട്ടരിച്ച് നിത്യത ആരംഭിക്കുന്നു, പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാസമൊക്കെ ആരംഭിക്കുന്നു. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നത് ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം 7 വർഷം മഹോദരകാലം കഴിഞ്ഞ് ഈ ഭൂമിയിൽ തന്നെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ പോകുന്ന അവസ്ഥ വരാൻ പോവുകയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം. സ്തോത്രം. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായി തീരണമെന്നാണ് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിവിധ നിലയിലുള്ള അടിമനുഖമുണ്ട്. മാനുഷിക ഭരണകീടത്തിന്റെ അടിമനുഖത്തിലാണ് നമ്മളാണ്. വിശ്വാസികൾ എന്ന് പറയുന്നവർ ദൈവസഭ അടിമനുഖത്തിൽ കിടക്കുക. ദുരുപദേശത്തിന്റെ അടിമനുഖത്തിൽ ഒരു കൂട്ടർ അങ്ങനെ കിടക്കുക. പുതിയ നിയമസഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭ, സഭയുടെ ആവിർഭാവം പ്രവൃത്തി 2 പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പ്രവാഹം നിമിത്തം സഭ, പത്രോസിന്റെ പ്രസംഗത്താൽ സഭ പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെട്ടു. പത്രോസിന്റെ ആദ്യ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന 3000 പേർ അവർ പുതിയ നിയമസഭയുടെ അംഗങ്ങളായി. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ സഭ 3.5 വർഷം ആ ഉപദേശത്തിന്റെ പ്രമാണത്തിന്റെ വ്യവസ്ഥതയിൽ നിലനിന്ന് ശക്തിയോടെ മുമ്പോട്ട് പോയി. അതിനുശേഷം ചില രാജാക്കന്മാർ മാനസാന്തരപ്പെടാതെ ദൈവസഭയുടെ ഉള്ളിൽ പ്രവേശിച്ചു. കുസ്തന്ത്യോസ് ചക്രവർത്തിയും മറ്റു പല പ്രിയപ്പെട്ടവരും ഉണ്ടെന്നൊക്കെ ചരിത്രം പറയുന്നു. അതോടെ സഭ അടിമനുഖത്തിലേക്ക് പോയി. അവിടെ നിന്ന് മാർട്ടിൻ ലൂഥറിന്റെ നവീകരണ കാലഘട്ടത്തോടുകൂടി സഭയ്ക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. അങ്ങനെ സഭ ശക്തിയോടെ മുമ്പോട്ട് വന്നു. രക്ഷാ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വിശുദ്ധി, വേർപാട് ആദ്യ അവസ്ഥയിലേക്ക് നമ്മുടെ പെന്തക്കോസ്ത് പിതാക്കന്മാരാൽ സഭ നടത്തപ്പെട്ടു. ഇപ്പോൾ പിന്നെയും സഭ അടിമനുഖത്തിലേക്ക് പോയി. അത് ഈ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതികളൊക്കെ സഭയെ പഠിപ്പിച്ച് പഴയ നിയമത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളൊന്നും നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ പോലും ആ പഠനങ്ങൾ നമ്മുടെ സഭകളിൽ കിടക്കുന്നത് കൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച് ദിവ്യമായ രക്ഷയിലേക്ക് സഭയെ നടത്തി, മറ്റൊരുത്തിൻ്റെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് രക്ഷയിലേക്ക് സഭയെ നടത്തിയിട്ട് വ്യക്തികളെ നടത്തിയിട്ട് അവരെ സഭയിൽ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവിൻ. സഭയുടെ ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ വർദ്ധനവിനും ആത്മീയ നിറവിനും വേണ്ടുന്ന ഉപദേശങ്ങൾ സഭയെ പഠിപ്പിച്ച് സഭയെ പ്രബുദ്ധരാക്കി ആത്മീയമായി വളർത്തി ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കേണ്ടതിന് പകരം സഭ ഇപ്പോഴും അടിമനുകുത്തി കിടക്കുക. ഹല്ലേലൂയ. വളരെ വേദനയോടെ ഞാൻ ഈ വിഷയം പറയും. സഭയ്ക്ക് ആത്മീയ വളർച്ചയില്ല, ആത്മീയ വർധനവില്ല, ആത്മീയ നിറവില്ല. ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ യഥാർത്ഥ ദൈവസഭയുടെ ഉപദേശ സത്യങ്ങൾ സഭയെ പഠിപ്പിച്ച് പഥ്യവചനം പഥ്യോപദേശം എന്ന ക്രമത്തിൽ സഭയെ ആത്മീയമായി വളർത്തിയെടുക്കുന്നുള്ളൂ. അവൻ ചില അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ചില ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. എന്തിനാ നിയമിച്ചത്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് നാം എല്ലാവരും വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് ഒരുപോലെ എല്ലാവരും പ്രാപിക്കണം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിന് ആത്മീയ വളർച്ച, ആത്മീയ നിറവ് ഇത് സഭയ്ക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കൊണ്ട് ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായി പോകും. ന്യൂ ജനറേഷൻ ചർച്ചുകൾ ആവിർഭവിച്ച് സഭയെ ദുരുപദേശത്തിലേക്ക് കൊണ്ടുപോയി.
കർത്താവും അപ്പോസ്തലന്മാരുടെയും പഠിപ്പിക്കലുകൾ സഭയിൽ നിന്ന് അപ്രത്യക്ഷമായി. സഭ അടിമനുഖത്തിലേക്ക് പോയി. പിന്നെ എന്ത് സ്വാതന്ത്ര്യം എന്നാ പറയുന്നത്? നമ്മള് സഭ അടിമനുഖത്തിൽ കിടക്കുക. സഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കേണ്ട ഒരു വലിയ ഗ്രൂപ്പ് ശുശ്രൂഷ വൃന്ദങ്ങൾ അവരുടെ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രസംഗിച്ചു കൂട്ടി, റേറ്റ് പറഞ്ഞ് പ്രസംഗിച്ച് ഭൗതികമുണ്ടാക്കി ആ ഭൗതികത്തിന്റെ തിമിർത്തിൽ അവര് സുഖിച്ച് സന്തോഷിക്കുമ്പോൾ സഭയിലെ പ്രിയപ്പെട്ടവര് അടിമനുഖത്തിൽ കിടന്ന് ഞെളിവിരി കൊള്ളുക. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഈ വിഷയം. സഭ അടിമനുഖത്തിൽ കിടക്കുക. ബഹുഭൂരിപക്ഷം സഭയും, ബഹുഭൂരിപക്ഷം ക്രൈസ്തവരെന്ന് പറയുന്നവർ, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാഭിഷേകം പ്രാപിച്ചവർ, വിശുദ്ധിയിൽ വേർപാടിലും ജീവിക്കേണ്ടവർ, പഥ്യവചനം പഥ്യോപദേശം കേൾക്കാതെ ആദ്യം അപ്പോസ്തലന്മാർ പകർന്നു നൽകിയ ആ വിശുദ്ധമായ പ്രമാണ വ്യവസ്ഥിതിയിൽ സഭയെ നിലനിർത്താത്തത് കൊണ്ട് സഭ അടിമനുഖത്തിലേക്ക് പോയി. സഭ കോടതി കേസും വഴക്കും വക്കാണുമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കൊരു സഹോദരൻ പ്രസംഗിച്ച വചനം കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും എന്നെ വിമർശിക്കുകയും ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ വന്നതുപോലെ തിരികെ പോകത്തില്ല. പുള്ളി പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: നിങ്ങൾ നേരെ ചൊവ്വേ പോകത്തില്ല. വല്ല ആംബുലൻസിലോ വല്ല വേറെ ഏതെങ്കിലും നിലയിൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ ഞാൻ ചോദിക്കും, ഇതെന്ത് സഭ, ഇതെന്ത് ഉപദേശം? അപ്പൊ വ്യക്തികളുടെ താല്പര്യത്തിന്റെ കീഴിൽ സഭ അമർന്നുപോയി. നമുക്ക് ഈ ഡെമോക്രസി എന്നുള്ളതും തിയോക്രസി എന്നുള്ളതായ സബ്ജക്റ്റ് പഠിച്ചാൽ തന്നെ ദൈവസഭ തിയോക്രസിയിലാണ് കിടക്കേണ്ടത്. ദൈവിക ഭരണത്തിന്റെ കീഴിലാണ് ആയിരിക്കേണ്ടത്. ആ വ്യവസ്ഥ മാറി ഡെമോക്രസിയിലേക്ക് സഭ മാറി. എങ്ങനെ മാറി? മനുഷ്യരാൽ ഭരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറി. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കുത്ത് ഉപദേശത്തിന്റെ വ്യവസ്ഥ വിട്ടിട്ട് മാനുഷിക ഭരണ കീഴിലേക്ക് സഭ പോയി എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ സഭയെ ഉപദേശിച്ചു നടത്തിയ ആ രീതികൾക്ക് കോട്ടം സംഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭകൾ ഒത്തിരി ഉണ്ട്, എല്ലാം ജഡികന്മാരായി പോയി. ന്യൂ ജനറേഷൻ ചർച്ചകൾ ഒത്തിരി ഉണ്ട്, എല്ലാം ജഡികന്മാരായി പോയി, സ്വാർത്ഥമോഹികളായി, ലാഭം കൊയ്യുന്നവരായി മാറി. ജഡികന്മാരെ കൊണ്ട് പ്രസ്ഥാനങ്ങൾ നിറഞ്ഞു. ഇതെങ്ങനെ പറയാതിരിക്കും? ദുരുപദേശത്തിന്റെ വിത്ത് മുളച്ചു വന്ന് ആ ദുരുപദേശത്തിന്റെ ഫലമാണ് സഭ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വൃക്ഷത്തെ അതിന്റെ ഫലം കണ്ടാൽ തിരിച്ചറിയാവുന്ന കർത്താവ് പറഞ്ഞു. പല ശുശ്രൂഷ വൃന്ദങ്ങളെയും പല സഭകളെയും നിങ്ങളെടുത്ത് പഠിച്ചു നോക്കിക്കോ, അവരുടെ ഫലത്തിൽ നിന്ന് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. സഭ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടവരാ. സഭ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സഭ ദൈവവചനത്തിന്റെ പഥ്യവചനത്തിന്റെ പഥ്യോപദേശത്തിന്റെ വ്യവസ്ഥയിലും വിശുദ്ധിയിലും വേർപാടിലും നിലനിന്ന് ജീവിച്ച് ലോകത്തോട് ഇടകലരാതെ, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിലും ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. സർവ്വലോകം ദുഷ്ടന്റെ അതിലേക്ക് കിടക്കുന്നുണ്ട്. ലോകത്തിന്റെ വ്യവസ്ഥിതിയിലേക്ക് സഭ പോകാൻ പാടില്ല. പെന്തക്കോസ്ത് സമൂഹം ഇലക്ഷൻ നടത്തി കാൻഡിഡേറ്റിനെ നിയമിച്ച്, സ്ഥാനാർത്ഥികളെ നിയമിച്ച് ഇലക്ഷൻ നേരിടാൻ പോകുന്നുവെന്ന് വാർത്ത വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടൊക്കെ ഞാൻ ഈ പറയാനിടയായത്. സഭ ലോകത്തിലേക്ക് പോയി. കുരുടന്മാരായ വഴികാട്ടികൾ നിമിത്തം കുരുടനെ വഴികാട്ടി ഇവര് കുഴി വീഴും. സഭ ആത്മീയ അന്ധതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സഭയിൽ കുരുടന്മാർ നിറഞ്ഞിരിക്കുക. യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിൽ നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ച് കളയുന്നു. സ്വതന്ത്രം. ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാം. യെശയ്യാപ്രവചനം ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞ വാക്യങ്ങളൊക്കെയാണ്, പക്ഷെ ഇപ്പോഴും അത് കയറി വരിക. എന്ത് ചെയ്യാനാ? കയറി വരുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. യെശയ്യാപ്രവചനം എൻ്റെ 3-ാം അധ്യായത്തിൽ, എൻ്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു,
എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴി തെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. എൻ്റെ പൊന്നെ, ലോകത്ത് മറ്റിടത്തൊന്നും വന്നല്ല സഭയെ നശിപ്പിക്കുന്നത്. RSSകാരോ BJPക്കാരോ വിശ്വ പരിഷത്തുകാരോ ശിവസേനക്കാരോ ബദേറും തല്ലുകാരോ ആരും സഭയെ നശിപ്പിക്കുന്നില്ല. അതിൻ്റെ പിന്നിലൊക്കെ ഈവിൾ സ്പിരിറ്റിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി ജനം അതിനോട് പ്രാർത്ഥിച്ച് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക? പിശാച് സഭയെ കയറി കളിക്കുക. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് സഭയിലുള്ള വിശ്വാസികളെ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിപ്പിച്ച് അല്ലെങ്കിൽ ധരിച്ച് ഒരു ലോകത്തോടും ജഡത്തോടും പിശാചിനോട് പോരാടി സ്വത്രം ദുഷ്ടപിശാചിൻ്റെ പോരുകളെ എതിർത്ത് നിൽക്കുവാൻ കരുത്തന്മാരായ ശക്തന്മാരായ ശുശ്രൂഷ വൃന്ദങ്ങളും വിശ്വാസികളും എഴുന്നേൽക്കത്തിടത്തോളം കാലം സഭയെ ദുഷ്ടനായ സാത്താൻ ആക്രമിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് വരും, വേറെ എങ്ങൊന്നുമല്ല. യോഹന്നാന്റെ ലേഖനത്തിലും അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് വേഗത്തിൽ വരട്ടെ. യോഹന്നാന്റെ ലേഖനം, അതിൻ്റെ 1-ാം ലേഖനത്തിലെ ആ വാക്യം വളരെ പ്രസക്തമായ വാക്യമാണ്. അതൊന്നും വേണ്ട രീതിയിൽ ജനം മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. സ്തോത്രം. യോഹന്നാന്റെ 1-ാം ലേഖനം, കുഞ്ഞുങ്ങളെ, 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, യേശുക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേക യേശുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിലും നമുക്കുള്ളതായിരുന്നു എങ്കിൽ നമുക്കോടുകൂടി പാർക്കുമായിരുന്നു. എന്നാൽ അവരെല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമല്ലോ. ദുരാത്മാവ് ബാധിച്ച് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നവർ എഴുന്നേറ്റ് നമ്മുടെ ഇടയിൽ നിന്ന് പോയി പുറപ്പെട്ടിട്ട് അവരിപ്പോൾ ആരായി മാറി? യേശുക്രിസ്തുവിൻ്റെ പടയാളികളായി അവർ തീർന്നിരിക്കുക. അവർ സഭയെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക. ഇത് ദുഷ്ട സാത്താൻ ചെയ്തൊരു പ്രവൃത്തിയാണ്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായി നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് പൗലോസ് പറഞ്ഞു. അവർ ചെയ്യുന്ന എന്താ? വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാരായി എഴുന്നേറ്റ് സഭയെ ആത്മീകമായി അടിമ നുഖത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എന്നാ സ്വാതന്ത്ര്യം വീമ്പിളക്കുക? ഏത് സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ സന്തോഷമോ? അതും പോയല്ലോ. ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളുടെ കോലാഹലങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി, അതും നഷ്ടപ്പെട്ടല്ലോ. ഭൗതികമായ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. അത് നമ്മൾ അടിമനുഖത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ആത്മീയമായി നമുക്ക് കിട്ടിയ കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്ന സ്വാതന്ത്ര്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി, അല്ലേ? അങ്ങനെയല്ലേ വാക്യം? അതെ. യഹൂദന്മാരുടെ കർത്താവ് എന്താ പറഞ്ഞു? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ ദൈവമക്കളെ. എനിക്ക് വചനത്തിലൂടെ മാത്രമേ നമ്മൾ സംസാരിക്കാനുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. തന്നിൽ വിശ്വസിച്ച യോഹന്നാൻ 8:31 മുതൽ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാരായി, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ന്യായപ്രമാണത്തിൻ്റെ അടിമമുഖത്തിൽ കിടക്കുക. ആ അടിമമുഖത്തിൽ നിന്ന് കർത്താവിൽ വിശ്വസിച്ചാൽ അത് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് കർത്താവിനോട് പറയുക. അവർ അവരോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ഞങ്ങൾ ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ ഞാനോട് പറയുന്നു, പാപം ചെയ്യുന്നവരില്ല, പാപത്തിൻ്റെ ദാസൻ. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി പാപത്തിൻ്റെതാണ്. ഈ അടക്ക ശുശ്രൂഷയിൽ നമ്മളൊരു വാക്ക് പറയുമല്ലോ. എന്താ പറയുന്നത്? മരണമേ നിന്റെ ചെയ്യുമ്പോഴേ മരണം എന്തിൻ്റെ വിഷമുള്ളവിടെ, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി, ന്യായപ്രമാണം. അത് പറഞ്ഞങ്ങ് വിടുക. അതെന്താണെന്ന് ആരും തിരിച്ചു പറയാറില്ല. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം പഠിച്ചു വരുമ്പോഴാണ് ന്യായപ്രമാണം പാപത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം വ്യക്തമായി പറയുന്നു. പൗലോസ് പറയുന്നു, അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ഏബിൾ മിനിസ്റ്റേഴ്സ് ആക്കി, പ്രാപ്തന്മാരെ ശുശ്രൂഷകന്മാരാക്കി. കല്ലിലെഴുതിയ പ്രമാണം മരണത്തിൻ്റെതാണ്, ഇരുട്ടിൻ്റെതാണ്, കൊല്ലുന്നതാണ്. അതിൻ്റെ വ്യവസ്ഥിതി അങ്ങനെ കിടക്കുക. അതുകൊണ്ടാണ് മത്തായി 5-ൽ കർത്താവ് പറഞ്ഞത്, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, ഞാനോ നിങ്ങളോട് പറയുന്നു. ആ കൊള്ളിയും കൊലയും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്നേഹിക്കാനാണ് തമ്മിൽ പഠിപ്പിക്കുന്നേ.
മത്തായി 5 ഒരു 100 പ്രാവശ്യം വായിച്ച് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം മത്തായി 5, 6, 7 അധ്യായങ്ങൾ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ മാന്യ കർത്താവിൻ്റെ ദാസീദാസന്മാരും ഒരു 100 പ്രാവശ്യമെങ്കിലും വായിച്ച് പഠിക്കണം. നിങ്ങൾ ഒരു ദിവസം ഈ ഇത് വെച്ചങ്ങ് വായിക്കുക. നിങ്ങളുടെ വേദപുസ്തക വായന നടക്കുമ്പോൾ തന്നെ ഈ 3 അധ്യായം കൂടി എത്ര മിനിറ്റ് വേണം വായിക്കാൻ? ഒരു 10 മിനിറ്റ് പോരെ 3 അധ്യായം ഒന്ന് വായിക്കാൻ? ഒരു 6 മാസം നിങ്ങളൊന്ന് വായിച്ചേ. ഈ പ്രമാണം നിങ്ങളുടെ ഉള്ളിൽ വീഴോ ഇല്ലെന്ന് നമുക്കറിയാം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് നമുക്കറിയാം. പക, വിദ്വേഷം, പിണക്കെല്ലാം മാറുമെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പിന്നെ യഹൂദന്മാരുമായിട്ടുള്ള ആ സംഭാഷണമാണ് മത്തായി. വേണമെങ്കിൽ ആ 8-ാം അധ്യായം വായിച്ചു പഠിച്ചോ. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് വരികയാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്ന് സഭയെ കർത്താവ് രക്ഷിച്ചു. അല്ലെങ്കിൽ കല്ലിൽ എഴുതിയ പ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്ന് ഹൃദയമെന്ന മാംസപ്പലയിലേക്ക് പ്രമാണം മാറ്റി എഴുതി ദൈവം ഒരു തിരുത്തൽ നടത്തി. ഇന്നത് വേണ്ട രീതിയിൽ ആരും മനസ്സിലാക്കിയെന്ന് എന്ന് എനിക്ക് സംശയം തോന്നുന്നു. എബ്രായ ലേഖനത്തിൽ ആ ഭാഗം കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് കർത്താവിൽ എനിക്ക് ദാഹമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്ന് സഭയെ ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക്, അല്ലെങ്കിൽ കല്ലിലെഴുതിയ പ്രമാണത്തിൽ നിന്ന് ഹൃദയമെന്ന മാംസപ്പലകയിലേക്ക് ഈ പ്രമാണം എഴുതി എന്ന് എബ്രായ ലേഖന കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഞാനതങ്ങ് വായിക്കാൻ വേണമെങ്കിൽ, എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈപിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, അവരെൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി കഴിഞ്ഞ ശേഷം എന്നർത്ഥമാണത്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. സ്തോത്രം. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരളുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. 13-ാം വാക്യം ശ്രദ്ധിച്ചോണേ. 8-13 എബ്രായർ. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. എബ്രായർ 10-1 കൂടി വായിക്കുന്നു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട്, സ്വത്രം, ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിവുള്ളതല്ല. യാഗങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ നിഴലാണ്. ഈ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ 2-ാം അധ്യായത്തിൽ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ശിക്ഷയാണ്. ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു കൊടുക്കലും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാനുഭവനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ കർത്താവ് വന്ന് ഈ ഭൂമിയിൽ പ്രസംഗിച്ചപ്പോൾ കേട്ടത് ഞാനും നിങ്ങളുമല്ല, ആദിമ അപ്പോസ്തലന്മാരാണ്. ആ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയുടെ വചനം നമ്മൾ വിട്ടുകളഞ്ഞാൽ നമ്മൾ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്.
കേട്ടതെന്നും കുറിപ്പിച്ചെന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ആ രക്ഷയുടെ വചനം നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റി ഒഴിയില്ലെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്ന് ദൈവം നമ്മെ ക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. സംശയമുള്ളവർ വായിച്ചു നോക്കിയോ? എബ്രായർ 1:1, 1-2, എബ്രായർ 2:1 മുതൽ 4 വരെയുള്ള വാക്യവും. ഒത്തിരി വാക്കുകളൊക്കെ എടുത്ത് പറയാനുണ്ട് എനിക്ക്. ഇവിടെ പഴയ നിയമം വായിക്കേണ്ടെന്നോ പഠിക്കേണ്ടെന്നോ പഠിപ്പിക്കേണ്ടെന്നോ ഒന്നും അർത്ഥമാകുന്നില്ല. അത് ബുദ്ധിപദേശമായിട്ട് നമ്മൾ പഠിപ്പിച്ച് തന്നെ ആകണം. ഒരു കാരണവശാലും പഠിപ്പിക്കാതിരിക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ അനുസരിക്കേണ്ടത് ക്രിസ്തുവിന്റെ ന്യായപ്രമാണമാണെന്ന് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. കണ്ടോ? പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പല പ്രാവശ്യം നമ്മൾ വായിച്ചു പഠിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും, അത് ഓൾഡ് ടെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുകയല്ലേ. നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതവുമായവൻ തന്ന കൽപ്പന. അപ്പൊ കർത്താവും രക്ഷിതവുമായവന്മാർ മുഖാന്തരം തന്നത് കൽപ്പനയും മറ്റത് മുൻപറഞ്ഞ വചനങ്ങളും. കൽപ്പന അനുസരിക്കാനും മറ്റത് ഓർത്തുകൊള്ളാനുമാണ് ഇവിടെ പത്രോസ് പറഞ്ഞതിന്റെ സംക്ഷിപ്ത രൂപം. അങ്ങനെ അനുസരിക്കുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. നമ്മളിപ്പോഴും അടിമതത്തിൽ കിടക്കുക, അവിടെ കിടന്ന് ചെളിപിരി കൊള്ളുക, കോടതിയും കേസും വഴക്കും പിണക്കും അടിയും ബഹളമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഒരു കൺവെൻഷൻ നടക്കാനിരിക്കുക, കൂട്ടയടി നടക്കാൻ, പന്തല്, ഭക്ഷണം, മറ്റ് കൺവെൻഷന് വേണ്ടി ക്രമീകരിച്ച എല്ലാ കാര്യങ്ങളുടെ കണക്കും പറഞ്ഞ് തമ്മിത്തല്ല്, വഴക്ക്, അവസാനം കോടതിയിൽ കേസോ. എത്രയോ പ്രസ്ഥാനങ്ങൾ കിടപ്പുണ്ട്. കേസും കോടതിയും വഴക്കുമില്ലാത്ത പ്രസ്ഥാനങ്ങൾ ഏതാ ഉള്ളത്? എന്താ കാര്യം? ആ പക, ആ പിണക്കം. ഈ വിഷയം എനിക്ക് 1-2 ക്ലിപ്പ് കൊണ്ടൊന്നും പറഞ്ഞാൽ തീർക്കത്തില്ല. വളരെ ബൃഹത്തായൊരു വിഷയമായിട്ടാണ് എൻ്റെ ഹൃദയത്തിൽ ഇത് പ്രകാശിപ്പിച്ച് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിലെ ഒരു ഭാഗമെടുത്ത് പറഞ്ഞിട്ട് ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കർത്താവിൽ ശരണപ്പെടും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അവകാശി സർവ്വത്തിന് യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിജയന്മാർക്കും കീഴ്പ്പെട്ടവനത്രയെന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങളെ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവവിധത്താൽ അവകാശമാകുന്നു. ഇവിടെ ദാസൻ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽപ്പെട്ടവനല്ലെന്നായി പറയുന്നത് ഈ ദാസത്വം. പുത്രത്വം ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ വ്യവസ്ഥയിൽ നിൽക്കുന്നവനെ കുറിച്ചും ദാസത്വം ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്നതിനെ കുറിച്ചുമാണ് ഇവിടെ പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത്. അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് പെട്ടിരുന്നു. ദൈവങ്ങളല്ലാത്തവർ എന്ന് പറയുമ്പോൾ സാത്താന്റെ അടിമ നോക്കുന്നത് തന്നെ നമ്മൾ പഠിച്ചോണം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞ് വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠം, യഹൂദന്റെ ആദ്യപാഠം ന്യായപ്രമാണം, ജാതികളുടെ യവനായരുടെ ആദ്യപാഠം അവരുടെ പഴയ പാപജീവിതം. പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായെന്ന് ഭയപ്പെടുന്നു. ചിന്തിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം.